1147 മുതല്ലിമീങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ദറസേ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ. അത് മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ശരീഅത്ത് കോളേജാണ്. നമ്മൾ മനസ്സിലാക്കണം. 1497 യതീമക്കൾ, പൂർണ്ണ യതീമുകൾ, ഉപ്പമാരില്ലെന്ന് 100% ബോധ്യമുള്ള 1497 യതീമക്കൾ പഠിക്കുന്ന ഓരോ യതീംഖാനയെ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ, ഏഷ്യയിലുള്ളൂ. അത് മർക്കസു സഖാഫത്ത് സുന്നിയയിലെ തുർക്കിയായ യതീംഖാനയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മളും കുടിച്ചു പാക്കഞ്ചി അറിഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാൻ വളരെ എളുപ്പാ. ഞാൻ ചോദിക്കുന്നു, ഒരു ദിവസം 1,65,000 രൂപ ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോയി ചെലവഴിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഇന്ത്യയിലുള്ളൂ, കേരളത്തിലുള്ളൂ, ഏഷ്യയിലുള്ളൂ. ആ മനുഷ്യനാണ് ശൈഖുന കാന്തപുരം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, അതിനു പകരം ദിവസവും 1,65,000 വേണ്ട, കേവലം 165 രൂപ, 165 രൂപ എല്ലാ ദിവസവും ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പീഡികത്തിണ്ണയിലിരുന്ന് അഭിപ്രായം പറയുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരാരോപണം ഉന്നയിക്കുമ്പോ, ഒരഭിപ്രായം പറയുമ്പോ ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്, പറയുന്ന ഞാനാരാണ് എന്ന് ചിന്തിക്കാൻ നാം സ്വയം വളർന്നില്ലെങ്കിൽ മഹ്ശറയിൽ വെച്ച് മറുപടി പറയേണ്ടി വരും. ഞാനത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ജാഹിലിയത്ത് അത്തരം അബദ്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടിയല്ലത് പറയുന്നത്, മറിച്ച് ഈ രാജ്യത്തിലെ നല്ലവരായ സഹോദരങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1,65,000 രൂപ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് എന്റെ കയ്യിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു പണ്ഡിതൻ, നിങ്ങളും ഞാൻ ചിന്തിക്കുന്നതോ 250 രൂപ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മകൻ പട്ടിണി കിടക്കും, എന്റെ മക്കൾ പട്ടിണി കിടക്കുമെന്ന് വിലപിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് 1,65,000 രൂപ എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ പാവപ്പെട്ട യതീമുകളും മുതല്ലിമീങ്ങളും പട്ടിണി കിടക്കുമല്ലോ എന്നാലോചിച്ച് വിലപിക്കുന്ന ഓരോരോ മനസ്സേ നമ്മുടെ രാജ്യത്തുള്ളൂ. അത് മഹാനായ കാന്തപുരം ഉസ്താദിന്റേതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരുണ്ട് കാന്തപുരത്തിന് പകരം നിൽക്കാൻ? ആരുണ്ട് കാന്തപുരത്തിന് പകരം നിൽക്കാൻ? ഞാൻ വെല്ലുവിളിക്കുന്നു. 1,65,000 രൂപ കാന്തപുരം ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ ആ കാന്തപുരത്തെ തോൽപ്പിക്കാൻ ധൈര്യം കാണിക്കണം നമ്മൾ. എങ്ങനെ? 2,65,000 രൂപ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ട് 1497 യതീമക്കളെ ഒരേ സമയത്ത് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഉന്നതമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കാന്തപുരത്തെ തോൽപ്പിക്കാൻ 2,497 യതീമക്കളെ പഠിപ്പിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അവിടെയാണ് വിജയിക്കേണ്ടത്. മറിച്ച് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് 1867 പള്ളികൾ. ഒരു പള്ളിയിൽ 2,500-3,000 പേര് നിസ്കരിക്കുന്ന പള്ളി. അങ്ങനെയുള്ള 1867 പള്ളികൾ ഓരോരോ പണ്ഡിതന്റെ കൈകൊണ്ട് കേരളക്കരയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതൻ മഹാനായ കാന്തപുരമാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ചോദിക്കട്ടെ, ഒരു പള്ളി നിർമ്മിക്കാൻ സാധിച്ചവർ എത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഒരു പള്ളി നിർമ്മിക്കാൻ സാധിച്ചവർ എത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഈ വരുന്ന വെള്ളിയാഴ്ച ജുമ നിസ്കാരം നടക്കുന്നുണ്ട് ഈ പള്ളികളിൽ. ശരാശരി 2,000 പേര് വെച്ച് 1867 പള്ളികളിൽ നടക്കുന്ന സുജൂദിന്റെ എണ്ണം കണക്കാക്ക്. അത്രയും സുജൂദുകൾ ഒരു പണ്ഡിതന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു എഴുതി തീർക്കുന്നുവെങ്കിൽ ആ പണ്ഡിതന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകില്ലേ സഹോദരങ്ങളെ? സാധിക്കും. ആ പണ്ഡിതന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. ആ ഉത്തരമാണ് കേരളമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരമാണ് കേരളമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. ഞാനൊരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയുന്നത്, മർക്കസു സഖാഫത്ത് സുന്നിയ മാത്രമല്ല,
4000 വരുന്ന ആളുകളെ പൂർണ്ണമായും ദത്തെടുത്ത് പഠിപ്പിക്കുന്ന, 4000 വരുന്ന മുത്തഅല്ലിമീങ്ങളെയും യതീമക്കളെയും പാവപ്പെട്ടവരെയും പൂർണ്ണ ചെലവ് വഹിച്ചുകൊണ്ട് ദത്തെടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മർക്കസ് സഖാവത്തി സുന്നിയ അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഞാൻ എപ്പോഴും പറയാനുള്ളത് പറയട്ടെ, മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനവും ഉസ്താദിനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളും നടത്തുന്ന മുഴുവൻ സ്ഥാപനവും ഒരുമിച്ച് വെച്ചാൽ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ 10-1 എത്തുമെന്ന് പറയാൻ ധൈര്യമുള്ളവരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദര സഹോദരിമാര്, ആരാണ് നമ്മുടെ നേതൃത്വമെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ 300-ലേറെ വരുന്ന സ്ഥാപനങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് 1000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു വരികയാണ്. കേരളത്തിന്റെ പുറത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും വ്യക്തമായ സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് ദീനീ ശൃംഖലയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പണ്ഡിതനെ ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുള്ളൂ. അത് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ഇന്ത്യക്ക് പുറത്ത് 16 സ്റ്റേറ്റുകളിൽ വ്യക്തമായ പ്രബോധന ശൃംഖല നിലനിർത്തുന്ന ഒരേ ഒരു പണ്ഡിതനെ ഏഷ്യയിലുള്ളൂ. അത് ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ഞാനെങ്ങൾ എന്താ ചെയ്തത്? ഞാനിത് എന്തിനാ ഇവിടെ പറയണേ? ഉസ്താദ്, ഞാൻ എപ്പോഴും ദുആയിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്ന, എല്ലാ നിസ്കാരത്തും ദുആ ചെയ്യുന്ന സ്ത്രീയുണ്ട്. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു പാവപ്പെട്ട ഉമ്മ. കൊച്ചുനാളിൽ ഈ ചാരിയത്ത് ഓതിപ്പടിച്ചപ്പോ ഒരു സാധു മുത്തല്ലിമെന്ന് ഉസ്താദിന്റെ കൂട്ടത്തിൽ നിന്ന് പടന്നു പോകുന്നത് പോലെ കേറി ചെന്നപ്പോ ഉള്ള ചോറ് കൊണ്ട് ഒപ്പിച്ചെടുത്തുകൊണ്ട് ഈ ദാരിദ്ര്യത്തിനിടക്കും ആ പിഞ്ചുമകന് മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച വലിയൊരുമ്മയുണ്ട് ഈ ചാലിയത്ത്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഒരു ഉമ്മയുടെ ഭക്ഷണത്തിന്റെ ഫലമായി ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റമെന്താ? ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നുമല്ല കാര്യങ്ങളുള്ളത്. ഞാൻ പറയട്ടെ, സൗദി അറേബ്യയിൽ ഒരു കാലത്ത് മൗലിദോദിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന എത്ര ആലിമീങ്ങൾ ഉണ്ടായിരുന്നു? അദാദ് ജലിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനേറെ, ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താ? അയ്നല്ലാ വക്കം ഐദി വക്കം അർജുലു, അള്ളാഹുവിന്റെ കൈ എത്രയാണ്, കാലെത്രയാണ്, അള്ളാഹ് എവിടെയാണ്? മഹാനായ ഫാറൂഖ് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു എത്ര എളുപ്പമുണ്ടായിരുന്നു, ഞാൻ പോരുമ്പോ അള്ളാന്റെ മർക്കസിൽ ആ ബെഞ്ചിന്റെ മൂലക്ക് എങ്ങനെ ഇരിക്കണ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ പോയി കൊണ്ടുതന്നെ ഇവിടെ വന്നാ പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യല് എന്ന് ഫാറൂഖ് ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചോദ്യം അതാണ്. അയിനല്ല വക്കം ഐദി വക്കം അർജുൻ. ചോദിക്കുന്ന ആരാ? ചില്ലറക്കാരൊന്നുമല്ല, വലിയ മുത്തവ്വമാർ. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദിന് മറുപടി പറഞ്ഞു, അല്ലൈനു മക്കാനുൻ വൽ മക്കാനു ഹാദിസുൻ വല്ലാഹു ഖദീമുൻ അൽ ഖദീമു യഅറുലു അലൽ ഹാദിസി മുഹാലുൻ. സുഖമായി മറുപടി പറഞ്ഞു. അള്ളാന്ന് എവിടെയെന്ന് വെച്ചാൽ ഏത് സ്ഥലത്ത് നിന്നല്ലേ കുട്ടികളെ ചോദ്യം? ഏത് സ്ഥലം എന്ന് വെച്ചാൽ സ്ഥലം അള്ളാന്റെ ഒരു സൃഷ്ടിയല്ലേ? അള്ളാന്റെ സൃഷ്ടിയായ ഒരു സാധനത്തിൽ സിട്ടാവായ അള്ള ഇരിക്കാന്ന് പറയുന്ന മുഹാലല്ലേ? അത് വിവരക്കേടല്ലേ? എവിടെയെന്ന് ചോദിച്ചാൽ ഏത് സ്ഥലത്ത് നിന്നല്ലേ അതിന്റെ അർത്ഥം? ഈ സ്ഥലം ആരുണ്ടാക്കിയത്? അള്ളല്ലേ. അപ്പൊ ആ സ്ഥലം അള്ള ഉണ്ടാക്കിയ ഏത് സ്ഥലത്താണ് അള്ളാന്ന് ചോദിക്കുന്നത്? വിവരക്കേടല്ലേ? ഏത് സ്ഥലങ്ങൾ പറഞ്ഞാലും അതിന് മുമ്പോന്നുള്ള ചോദ്യം വരൂലേ? ഇത് ബുദ്ധിപരമായ ഉസ്താദ് സമർത്ഥിച്ചു. പക്ഷേ അൽഹംദുലില്ലാ മാറ്റങ്ങളുണ്ടായി സൗദിയിൽ. നിങ്ങൾക്കറിയുമോ, ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത മുത്തവ്വയടക്കം 400 പ്രധാനപ്പെട്ട മുത്തവ്വമാർ ഇനി ഒരിക്കലും വെളിച്ചം കാണാത്ത വിധം ജയിലറയിൽ കിടക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ. കാന്തപുരം ഉസ്താദ് പ്രബോധന രംഗത്ത് തിളങ്ങി നിൽക്കുകയാണ്. അൽഹംദുലില്ലാ. മാത്രോ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ കാന്തപുരം ഉസ്താദിനെ അറസ്റ്റ് ചെയ്തിരുന്ന, മഹാനായ ഖലീൽ ബുഖാരി തങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്ന ആ സൗദിയിൽ പുതിയ രാജാവ് ഭരണമേറ്റെടുത്തു.
ആ പുതിയ അബ്ദുള്ള രാജാവ് ഭരണമേറ്റെടുത്തപ്പോ ആദ്യത്തെ സ്വീകരണം നടക്കുന്ന സമയത്ത് സാധുവായ ഞാൻ സൗദിയിലുണ്ട്. മക്കയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെ വെച്ച് നടത്തിയ ആ സ്വീകരണ സദസ്സിലേക്ക് സൗദി രാജാവിനെ ആലപിച്ചു കൊണ്ടുപോകുന്നത് ദഫ് മുട്ടിയിട്ട് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ എന്ന സുഖമായ മൗലിദോദിയിട്ട് ബുർദ ചൊല്ലിയിട്ട് പരസ്യമായി മക്കയിലെ നടുറോട്ടിലൂടെ സൗദി രാജാവിനെ ആനയിച്ചു കൊണ്ടുപോയി ഭംഗിയായി ബുർദ ചൊല്ലി സ്വീകരണം നൽകാവുന്ന ഒരവസ്ഥയിലേക്ക് മക്കയുടെ പരിശുദ്ധ മണ്ണിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? UAE-യുടെ ബഹുമാനായ അമീർ ഷെയ്ഖ് സായിദ് അല്ലാഹു ഖബറൻ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ മക്ബറയാണ് UAE-യിൽ ഏറ്റവും കൂടുതൽ സിയാറത്ത് നടക്കുന്ന മക്ബറ. ഭംഗിയായി കെട്ടിപ്പൊച്ചിരിക്കുന്ന മക്ബറ. UAE-ലെ അമീറിന്റെ മക്ബറയിൽ സിയാറത്തുണ്ട്. ആ മക്ബറയിൽ ചീരണി വിതരണമുണ്ട്. ആ മക്ബറയിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ മക്ബറ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, മാർബിൾ പതിച്ചിട്ടുണ്ട്, അവിടെ തുണി വിരിച്ചിട്ടുണ്ട്. ആ മക്ബറയിൽ 24 മണിക്കൂറും യാമം മുറിയാതെ ഖുർആൻ പാരായണം ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. സംശയമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം, എത്രമാത്രം നിങ്ങൾക്കറിയുമോ? ഈ കഴിഞ്ഞ റമദാനല്ല, തൊട്ട് മുമ്പത്തെ റമദാൻ, ആ റമദാനിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പോയത് ആ മക്ബറയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആണ്ടിനോടനുബന്ധിച്ചാണ്. ആണ്ടിനോടനുബന്ധിച്ച് നടന്ന ആ പരിപാടിയിൽ ഒരു മാസക്കാലം ഷെയ്ഖ് സായിദിന്റെ മക്കൾ അടക്കമുള്ള ആയിരക്കണക്കിന് അറബികൾക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ വേണ്ടി പ്രബോധനം നടത്തുന്നതിന് വേണ്ടിയും ആ പള്ളിയിലെ ഇമാമത്തും ദുആക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഗസ്റ്റായി പോയ ഉസ്താദ് ഇതിന്റെ മുഴുവൻ മക്കളെയും കൂടെ ഇരുത്തി UAE-യുടെ ഔദ്യോഗിക ടെലിവിഷനിലൂടെ 2.5 മണിക്കൂർ സമയമാണ് ആണ്ടിന്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അറബിയിൽ പ്രഭാഷണം നടത്തിയത്. ഇതെങ്ങനെ സാധിച്ചു? കുവൈത്തിൽ ഷെയ്ഖ് ഇബ്രാഹിം റിഫായി, യൂസുഫ് റിഫായി അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ആ യൂസുഫ് റിഫായിയുടെ മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ജിയോളജിക്കൽ സ്റ്റുഡൻസിനെ വിളിച്ച് എല്ലാ മാസവും 2 തവണയെങ്കിലും, എല്ലാ വർഷവും 2 തവണയെങ്കിലും അവിടെയുള്ള എഞ്ചിനീയേഴ്സിന്, ഉന്നതന്മാരായ എഞ്ചിനീയേഴ്സിന് ക്ലാസ് നടക്കുന്നു ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ. ഞാൻ പറയുന്നത് ഇത് ഈ രാഷ്ട്രങ്ങൾ മാത്രമല്ല, 16 രാഷ്ട്രങ്ങളിലെ പണ്ഡിത കൂട്ടായ്മ ഷെയ്ഖ് ഉമർ ഹഫീലിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് മാലിക്കി തങ്ങളുടെയും ഷെയ്ഖ് ആബിന്റെയും ഹാഷിമിയുടെയും ഷെയ്ഖ് യൂസുഫ് റിഫായിയുടെയും അഹമ്മദ് സിനാന്റെയും മഹാനായ ഉമർ കാമയുടെയും നേതൃത്വത്തിൽ പുതിയ സുന്നി പണ്ഡിത കൂട്ടായ്മ രൂപപ്പെട്ടു വരികയും ആ 16 രാഷ്ട്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സുന്നി നവജാഗരണത്തിന്റെ നേതൃത്വ സംഘത്ത് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ ലോകത്തിന്റെ ചിത്രം മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത്, അനുഭവം വെച്ചാ പറയുന്നത്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ കെൽപ്പുള്ളൊരു നേതൃത്വം വേണം. ആ നേതൃത്വം പക്ഷേ രാഷ്ട്രീയമായ സങ്കുചിത കാഴ്ചപ്പാടുകൾക്കപ്പുറമായിരിക്കണം. ചങ്ങലകൾക്ക് അടിമപ്പെടാതെ പ്രതികരിക്കാൻ കെൽപ്പുള്ളൊരു നേതൃത്വത്തിന് മാത്രമേ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ദീർഘവീക്ഷണമുള്ള ആലിമീങ്ങൾ ജനിച്ചേ മതിയാവൂ. ഞാനൊന്നു പറയട്ടെ, ഒട്ടുദാഹരണം ഞാൻ പറയട്ടെ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് ഈ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ പ്രമുഖന്റെ പ്രഖ്യാപനം വന്നു, റിപ്പബ്ലിക് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം വന്നപ്പോ ആ ആഹ്വാനത്തെ പരമവിഡ്ഢിത്തമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ചെങ്കൂറ്റം കാണിച്ച ഒരേ ഒരു പണ്ഡിതനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഞാൻ ചോദിക്കട്ടെ, ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ലല്ലോ, റിപ്പബ്ലിക് ബഹിഷ്കരണം അവസാനിച്ചിട്ടുണ്ടല്ലോ. കാന്തപുരം പറഞ്ഞിടത്തേക്ക് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗവും എത്തി എന്നതിനെ ജീവിക്കുന്ന രേഖയാണിത്. കാർഗിൽ യുദ്ധഭൂമി നടക്കുകയാണ്.
കാർഗിൽ യുദ്ധഭൂമി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ രാജ്യത്തിന്റെ മൺതരികൾ പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗം കയ്യേറ്റം നടത്തിയിട്ടൊരു പ്രസ്താവന നടത്തിച്ചു അവിടുത്തെ പണ്ഡിതന്മാരെ കൊണ്ട്. എന്താണ് പ്രസ്താവന എന്നറിയുമോ? ഇന്ത്യയിലെ മുസ്ലിംകൾ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം, അതുകൊണ്ട് പാകിസ്ഥാന്റെ ഈ അധിനിവേശത്തിന് നിങ്ങൾ സഹായിക്കണമെന്ന് മതപരമായൊരു ഫത്വ നൽകിയപ്പോ അങ്ങ് കാർഗിലിന്റെയും കേരളത്തിന്റെയും ഇടയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. പാകിസ്ഥാൻ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമല്ല. അതിനിടക്ക് അനവസരങ്ങളിൽ പലപ്പോഴും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് ഇമാമുമാരും ഒരുപാട് പണ്ഡിതന്മാരും ആ ഫത്വക്ക് മുന്നിൽ അറച്ചു നിന്നപ്പോ ഇങ്ങെക്കുറിച്ച് കേരളത്തിൽ നിന്നൊരു പ്രതികരണം വന്നു. നിങ്ങൾ ഇന്ത്യക്കാരാണോ? ഇന്ത്യ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് വരെ വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മരിച്ചു വീണൽ അഭിമാനിക്കുന്ന ധീരദേശാഭിമാനിയുടെ പാരമ്പര്യം